21st century is a visual century. 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ്. Images have become much more important. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്ത് ഇമേജുകൾ, ചിത്രങ്ങൾ, പ്രതിച്ഛായകൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Before the election, you saw BJP leaders saying, we will tear up the constitution, we will throw the constitution away, we will change the constitution. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ട് കാണും ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും, ഞങ്ങൾ ഭരണഘടന എടുത്തു കളയും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Arrogance of power. അത് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത്. After the election, you saw the Prime Minister doing this to the constitution. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see that the people of India have spoken. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു, അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And also notice that hatred has been defeated by love and affection. അത് മാത്രമല്ല, നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം, ഈ രാജ്യത്തെ വെറുപ്പിനെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. Arrogance has been defeated by humility. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. In fact, the truth is the Prime Minister barely escaped in Varanasi. നിങ്ങൾക്കറിയോ, സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യം. And he would have been defeated himself in Varanasi. അദ്ദേഹം തന്നെത്താൻ അവിടെ പരാജയപ്പെട്ടേനെ വാരണാസി. The BJP was defeated in Ayodhya. ബിജെപി അയോധ്യയിൽ പരാജയപ്പെട്ടു. So even the people of Ayodhya have sent a message to the BJP that we do not appreciate hatred and violence. അത് മാത്രമല്ല, അയോധ്യയിലെ പോലും ജനങ്ങൾ ബിജെപിക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകി. ഞങ്ങൾ അക്രമത്തെ, വെറുപ്പിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് അയോധ്യയിലെ ജനങ്ങൾ ബിജെപി കൃത്യമായ സന്ദേശം നൽകി. And the single biggest message that the people of India have given is that we are multiple traditions, we are many states, we have many histories, and every single one of these histories, every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ബിജെപിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ്, ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ്, ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ്. ഈ രാജ്യത്തെ ഈ ഓരോ മതവും, ഓരോ ഭാഷയും, ഓരോ സംസ്കാരവും, ഓരോ സംസ്ഥാനവും, ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത്. I can tell you that the government that has been formed in Delhi is a crippled government. ഞാൻ പറയാം നിങ്ങളോട്, ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗവൺമെന്റ് സമ്പൂർണമായ ഒരു ഗവൺമെന്റ് അല്ല, പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ്. The opposition has dealt a fatal blow to the BJP. ബിജെപിക്ക് കഠിനമായ ഒരു അടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട്, നരേന്ദ്രമോദിയുടെ സമീപനം മാറേണ്ടിയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Because the people of India have sent him a clear message. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. From our perspective, our role of opposition will continue. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക്, ഉത്തരവാദിത്വം അത് തുടർന്നുകൊണ്ടിരിക്കും. We proposed an alternative vision for the people of India, a pro-poor, compassionate vision, and we will fight for that vision. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ ദർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു. സഹാനുഭൂതിയുള്ള, കാരുണ്യമുള്ള, ഈ രാജ്യത്തെ ജനങ്ങളോട്, ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം. അതിനുവേണ്ടി, ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും. We are committed to making India a fairer society, a more productive society. കൂടുതൽ ഉത്പാദനക്ഷമമായ, കൂടുതൽ ന്യായയുക്തമായ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും.